PR വർക്ക് ഭയങ്കരമായിട്ട് ബിഗ് ബോസിന് ഇപ്പോൾ തീർച്ചയായിട്ടും PR എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ നല്ല കാര്യങ്ങൾ കട്ട് ചെയ്തിടുക, അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അതാണ് PR. അക്ബർ കുഴപ്പമില്ല, പിന്നെ കളിക്കുന്നവരൊക്കെ എല്ലാവരും പുറത്താക്കിയില്ലേ, എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കുറേ പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ തിരക്കുകളൊക്കെയാണ്, ആളുകൾ എഡിറ്റിങ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സ്ക്രീൻ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഇതുപോലുള്ള ഫംഗ്ഷൻ ഞങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുള്ള ബൈറ്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ തരുന്നത്. ബിഗ് ബോസ് ഇപ്പോൾ കാണാറുണ്ടോ? ബിഗ് ബോസ് എപ്പിസോഡ്സ് ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. പിന്നെ ബൈറ്റ്സ് വരുന്നുണ്ടല്ലോ, കട്ട്സ് തുറന്നാൽ തന്നെ ചാടി വരുമല്ലോ ഓരോരോ കാര്യങ്ങളായിട്ട്. കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ലൈവ് കാണാറില്ല. മസ്താനി ഞാനും അല്ലേ. എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഞാൻ ഹോട്ട് സീറ്റ് ശാരിയായിട്ട് ഒരിക്കലും അതിനകത്ത് കളിക്കത്തില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഇറങ്ങിയത്, പോയത്. മറ്റാർക്കും അത് അറിയില്ല, എല്ലാവരും പ്രതീക്ഷ അതാണ്. സോ എനിക്ക് ഫുൾ പോസിറ്റീവാണ്. ഞാൻ ഒരു യഥാർത്ഥ റിയൽ ശാരിക എനിക്ക് അവിടെ കാണിക്കാൻ പറ്റി. 21 ഡേയ്സ് ഞാൻ നിന്നതിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇല്ലാത്തത്, പോസിറ്റീവ് കമൻറ്റ്സ് ഉള്ളത്. സോ ഡോണ്ട് എന്താ പറയുക, ഒരു ബുക്കിനെ അതിൻ്റെ കവർ നോക്കി ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ന വ്യക്തിയെ കാണിക്കാൻ പറ്റി. ഇനി തുടർന്നും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോട്ട് സീറ്റ് ഇനി ഉണ്ടാവില്ല, അത് റിയാലിറ്റി തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആർക്കും വരാം നമ്മുടെ ചാനലിലേക്ക്, ഏതൊരു മനുഷ്യനും വരാം. അതിന് സെലിബ്രിറ്റി ആവണമെന്ന് ഒരു നിർബന്ധമില്ല. സമൂഹത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ കം ടു മൈ ചാനൽ ഡയറക്റ്റ്ലി. ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരാ? അക്ബർ കുഴപ്പമില്ല, പിന്നെ കളിക്കുന്നവരൊക്കെ എല്ലാവരും പുറത്താക്കിയില്ലേ, എല്ലാം കൂടെ ഇറക്കി പുറത്താക്കി വെച്ചിരിക്കല്ലേ. കളിക്കുന്നവരൊക്കെ പുറത്ത് നിൽക്കുവാണ്. ഈ PR വർക്ക് ഭയങ്കരമായിട്ട് ബിഗ് ബോസിന് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാനത് അവരുടെ ക്രൂവിനോട് ചോദിച്ചപ്പോൾ അവർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ നെക്സ്റ്റ് സീസണെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളൊരു ബാക്ക് ഹിസ്റ്ററി അന്വേഷിച്ചിട്ട് PR ഇല്ലാത്തവരെ മാത്രം, സാധാരണക്കാരെ ആൾക്കാരെ എടുക്കും. ഒരുപാട് കാലിബറുള്ള മനുഷ്യന്മാർ പുറത്ത് ഇപ്പില്ല. എന്തിനാണ് സെലിബ്രിറ്റീസിനെ മാത്രം നോക്കുന്നത്? അനീഷ് ഒരാൾ പോരാ, ഒരുപാട് അനീഷ്മാർ വരട്ടെ. അനീഷിന് PR ലെന്ന് ആര് പറഞ്ഞു? അത് ശരി. ഏറ്റവും കൂടുതൽ അനീഷിനായിരിക്കും. ഒരാള് വരുമ്പോ PR വെക്കാം. PR എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ നല്ല കാര്യങ്ങൾ കട്ട് ചെയ്തിടുക, അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അതാണ് PR എന്ന് പറയേണ്ടത്. അല്ലാതെ PR എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം കാണിച്ചിട്ടും ഇടുന്നതല്ല PR എന്ന് പറയേണ്ടത്. സോ അത് മനസ്സിലാക്കുക. PR ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അത് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അത് നല്ല രീതിക്ക് ചെയ്തു കൊടുക്കുക. സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങൾ?